ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്തിപ്പഴത്തിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലുമായിട്ട് ഒട്ടനേകം മഹത്വങ്ങൾ പ്രതിപാദിച്ച പഴമാണ് അത്തിപ്പഴം. അത്തിപ്പഴം കഴിക്കൽ ഏറ്റവും പുണ്യമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു തളികയിൽ അത്തിപ്പഴം സമ്മാനമായി നൽകപ്പെട്ടു. അവിടുന്ന് അത് കഴിക്കുകയും കൂടെയുള്ളവരോട് കഴിക്കാൻ പറയുകയും ചെയ്തു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് കഴിക്കുക. സ്വർഗത്തിൽ നിന്നും ഒരു പഴം ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ട് എങ്കിൽ അത് ഇതാണെന്ന് ഞാൻ പറയുമായിരുന്നു. കാരണം സ്വർഗത്തിലെ പഴങ്ങൾക്ക് കുരുക്കളില്ല. അത്തിപ്പഴത്തിൻ്റെ കുരുക്കൾ മാംസളമായ ഭാഗത്തോട് ചേർന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. ഇത് കഴിക്കുന്നത് അർസസ് പോലെയുള്ള അഥവാ പൈൽസ്, മൂലക്കുരു പോലെയുള്ള അസുഖങ്ങൾ സുഖപ്പെടുത്താനും വാദസംബന്ധമായ വേദനകൾക്ക് ആശ്വാസം നൽകാനും ഉത്തമമാണ്. പാലുകുടി നിർത്തിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 1-2 അത്തിപ്പഴം രാത്രി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇടുകയും രാവിലെ അത് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് നല്ല പോഷകം കിട്ടുകയും നല്ല മെച്ചപ്പെട്ട ശരീരമായി തീരുകയും ചെയ്യും. ഇതുകൊണ്ട് കഫദോഷത്തെ ഇല്ലാതെയാക്കാനും ബ്ലഡിനെ ശുദ്ധീകരിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒരു പഴമാണ്. സൂറത്ത് തീനിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു അത്തിപ്പഴത്തെയും ഒലീവിനെയും സാക്ഷ്യം വെച്ച് സത്യം ചെയ്തതായി സംസാരിച്ചിട്ടുണ്ട്. അത്തിപ്പഴവും ഒലീവും തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആൻ 95-ാം അധ്യായം 1-ാമത്തെ വരിയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. അള്ളാഹു ഒരു വസ്തുവിനെ സാക്ഷ്യം വെച്ച് സത്യം ചെയ്യുന്നുവെങ്കിൽ അതിൽ മനുഷ്യർക്ക് വലിയ ഉപകാരങ്ങളുണ്ടെന്നാണ് പണ്ഡിതന്മാരുടെ വിവക്ഷ. ആയതുകൊണ്ട് മഹത്വമേറിയ ഈ അത്തിപ്പഴം നമ്മളും ഉപയോഗിക്കുക. ഈ നോമ്പ് കാലത്ത് അത്തിപ്പഴം പോലെയുള്ള പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച പഴങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുകയും രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയും ചെയ്യും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും അത്തിപ്പഴം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഓരോ ദിവസത്തിലും 1-2 അത്തിപ്പഴം രാത്രി വെള്ളത്തിലിടുകയും രാവിലെ അത് ഞെരടിപ്പിഴിഞ്ഞതിൻ്റെ സ്വരസം കുടിക്കുകയും ചെയ്താൽ ശരീരത്തിലേക്ക് മാറാവ്യാധി രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. അത്തരം മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത്തിപ്പഴം ധാരാളം കഴിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ.